ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം സൗണ്ട് എഫക്ട്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറേ വട്ടം ചോദിച്ച ഒരു സംഭവമാണ്. ഇറ്റ്സ് ലൈക്ക് സൗണ്ട് എഫക്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, അതായത് ഓഡിയോ മിക്സിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. സോ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. അപ്പോൾ ഓഡിയോ എഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര പക്ക ഹൈ ലെവൽ ഓഡിയോ എഡിറ്റ് അല്ല, ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ പറയുന്നത്. അതിപ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് മനസ്സിലാവും, ഞാൻ ചെയ്യുന്ന റീൽസിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളുടെയും ഓഡിയോ എഡിറ്റാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ഗൈസ്, ഓഡിയോ എഡിറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹെഡ്സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഹെഡ്സെറ്റ് എടുത്ത് വെച്ചോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സൗണ്ട് എഫക്ട്സ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ പ്രോയിലാണ്, ആഫ്റ്റർ എഫക്ട്സിലല്ല. സൗണ്ട് എഫക്ട്സ് ചെയ്യുന്ന മെയിൻലി പ്രീമിയർ പ്രോയിലാണ്. സോ ഇതാണ് നമ്മുടെ പ്രീമിയർ പ്രോ ഇൻ്റർഫേസ്. നിങ്ങളുടെ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. സോ ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ SFX സൗണ്ട് എഫക്റ്റ്, എനിക്ക് ഉള്ള കുറച്ച് സൗണ്ട് എഫക്ട്സ് ഒരെണ്ണം ഞാൻ എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച് നല്ലൊരു സ്റ്റോറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം എനിക്ക് ഫ്രീ കിട്ടിയതാണ് എവിടെ നിന്നൊക്കെയോ. സോ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡൗൺ ഇൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എൻ്റെ ഡിസ്കോഡ് ചാനലിനകത്ത് കാണും, അതിൻ്റെ ലിങ്ക് ഡൗൺ ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ്. ഇതാണ് നമ്മുടെ വീഡിയോ. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈറ്റ് ലീക്കിൻ്റെ എന്തോ ഒരു SFX മാത്രമേ അതിനകത്ത് ആഡ് ആയിട്ടുള്ളൂ. കാരണം അത് ആ ലൈറ്റ് ലീക്കിൻ്റെ കൂടെ വരുന്ന SFX ആയതുകൊണ്ടാണ്. സോ അപ്പം അതഴിച്ച് ബാക്കിയെല്ലാം പ്ലെയിൻ ആണ് വീഡിയോ. സോ അപ്പോൾ എൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഏറ്റവും റൈറ്റ് സൈഡിലാണ് പ്രിവ്യൂ ഇട്ടേക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ നൈസായിട്ട് കാണാൻ പറ്റും പ്രിവ്യൂ നല്ലോണം. പിന്നെ നമുക്ക് സൗണ്ട് എഫക്ട്സും ചെയ്യാം. സോ അപ്പോൾ സൗണ്ട് എഫക്ട്സിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേയേഴ്സാണ്, സൗണ്ടിൻ്റെ ലേയേഴ്സ്. വീഡിയോ ലേയേഴ്സ് നമ്മളധികം മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. സോ മേളിലോട്ടാക്കി വെക്കുക. സോ സൗണ്ട് ലേയേഴ്സ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്ലാക്ക് സ്പേസ് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ട്രാക്സ് കൊടുക്കുക. ഓഡിയോ ട്രാക്ക് ഒരു 10 ഇട്ടേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി. 10. ഞാൻ നോർമലി എനിക്കൊരു ചുമ്മാ ഒരു റാൻഡം നമ്പറാണ് കൊടുക്കുന്നത്. സോ 10 ഇട്ടു. സോ ഗൈസ്, നമ്മുടെ 10 ട്രാക്കും താഴോട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക വീഡിയോ. സോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നുകൂടെ കണ്ടു. സോ അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ സൗണ്ട് ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. സോ അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഷേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് വരുന്നത്. സോ അപ്പോൾ അവിടെ എന്തായാലും ഒരു സ്വിഷോ ബുഷോ എന്തെങ്കിലും നല്ല ഇടണം. സോ അപ്പോൾ നമുക്ക് നേരെ സൗണ്ട് ഇതിലേക്ക് പോകാം. സൗണ്ട് നോക്കാം. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളൊരു സാധനമാണ്. ഇത് എൻ്റെ സംഭവം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്കും ഇതേ എഫക്ട്സ് വെച്ച് തന്നെ വർക്ക് ചെയ്യാവുന്നതായിരിക്കും. സോ അപ്പം ഇത് കേട്ട് നോക്കുമ്പോൾ അത് ഏകദേശം ക്ലിക്കാവുന്നൊരു ഇതാണെന്ന് തോന്നുന്നു അവിടെ. സോ അപ്പോൾ നമ്മൾ അതിന് ആ ഒരു പോർഷൻ മാത്രം മതി. സോ അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇത് വെക്കുക. എന്നിട്ട് താണ്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, മാർക്കിൻ എന്ന് പറഞ്ഞ് അതിൽ നിൽക്കുക. അതാകുമ്പോൾ അവിടെ നിന്നുള്ള സംഭവം കട്ടാവും. എന്നിട്ട് എൻ്റെ ലാസ്റ്റ് പോർഷനിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്ന് അത്രയും കൊണ്ടുവച്ചിട്ട് അടുത്തേം കട്ട് ചെയ്യുക. സോ എന്നിട്ട് ഇത് ജസ്റ്റ് അപ്പോൾ തന്നെ കട്ടായി കഴിഞ്ഞ് കാണും. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് വലിക്കുക. സോ ഇവിടെ പിടിച്ച് വലിച്ച് നമ്മൾ ഏറ്റവും ഇവിടെ ആയിട്ട് ഇടുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് മതി. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് മ്യൂസിക് ഇട്ട് ചെയ്ത് പ്ലേ ചെയ്യാം. ഓക്കെ, സോ മനസ്സിലായല്ലോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷേക്ക് വരുന്നുണ്ട്. സോ അവിടെ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്വിഷോ എന്തെങ്കിലും. ഓക്കെ, ഇത് അവിടെ ചേരുമെന്ന് തോന്നുന്നു. ഇച്ചിരി അത്യാവശ്യം ഹാർഡ് പുഷ്. സോ ഇതും സെയിം സംഭവ രീതിയിൽ രണ്ട് ഇത് ചെയ്ത് നമ്മൾ അടുത്ത ലെയറിലോട്ട് ഇടുക. അടുത്ത ലെയർ ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു ഇവിടെ നടുക്കാണ്, ഇവിടാണ് മാറ്റം വരുന്നത്. സോ അവിടോട്ട് വന്നിട്ട് സൂം ഇൻ ചെയ്യുക. നമ്മളത് ഏകദേശം ഒരു സെൻട്രലായിട്ട് ആക്കിയിടുക. സോ ഗൈസ്, അപ്പം അങ്ങനെ തന്നെ ഫ്രണ്ടിലോട്ട് ചെയ്തു പോവുക. അതാണ് നമ്മുടെ ഈ ജസ്റ്റ് SFX വെച്ചുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റ് ഉണ്ട്. നമുക്ക് ഓഡിയോ ഡൗണും ഓഡിയോ അപ്പും അതിലേക്ക് ഒരു ഓഡിയോ റിവർബ് സൗണ്ടൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. പെട്ടെന്ന് ഓഡിയോ ഡൗൺ ആയി പോയിട്ട് പിന്നെ കയറി വരിക, അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു പാനലാണ്. ഇവിടെ ഞെക്കിയാൽ മതി. എഫക്ട്സ് എന്ന് പറഞ്ഞൊരു പാനലാണ്. അവിടെ വന്നിട്ട് ലോ പാസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലോ
LOPAS ലോ പാസ്. സോ അത് ഇടുക, അത് നമ്മൾ വലിച്ചിങ്ങോട്ട് ഇടുക. നമ്മുടെ ഓഡിയോ ലെയറിൽ ലോ പാസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലായിട്ട് നമുക്ക് എഫക്ട്സ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലെ എഫക്ട്സ് ആൻഡ് കൺട്രോൾ പോലെ തന്നെ എഫക്റ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ഞെക്കിയിട്ട് നമ്മൾ ഈ ഒരു ലെയർ ഞെക്കിയിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലോ പാസ് എന്ന് പറഞ്ഞ ഫിൽറ്റർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണാം. സോ അപ്പം ആ ഒരു സാധനം നമ്മൾ ആദ്യത്തെ ഫ്രെയിമിൽ കൊണ്ടുവെക്കുക. ഇതിൻ്റെ നോർമൽ ലൈക്ക് ഈ ലോ പാസ് എന്ന് പറഞ്ഞാൽ ഡൗൺ ചെയ്യുന്നതാണ് സംഭവം ഏകദേശം. സോ അപ്പം ലൈക്ക് നമുക്ക് നോർമലി കേൾക്കുന്ന ഒരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ഹെർട്സ് ആണ്. സോ അത് വെച്ചിട്ടൊരു കീ ഫ്രെയിം കൊടുക്കുക. കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഇതിൽ വന്ന് ഒരു കീ ഫ്രെയിം കൊടുക്കുക. സോ അത് കഴിഞ്ഞ് ഇച്ചിരി ആകെ പ്ലേ ആക്കുക. അവിടെ ഏകദേശം അവിടെ എത്താൻ നേരം ഒരു 600, 700, 800 ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളല്ലോ കേട്ട് നോക്കുമ്പം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ വരുമ്പോൾ നോക്കും. എന്നിട്ട് ലൈക്ക് അത് ആ ഒരു ഡിപ്പ് വന്നുണ്ടോ ഒന്നുകൂടെ കപ്പിച്ചുതരാം. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കത് മാറണം. സോ അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചില്ലയോ അത് കൺട്രോൾ സി ഞെക്കി അല്ലെ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. കൺട്രോൾ സി ഞെക്കി വീഞ്ഞേക്കേണ്ട കാര്യമുള്ളൂ. ജസ്റ്റ് ഇവിടെ വരിക 20,000 പഴയ പോലെ ഒരു കിഫറിന് ഇവിടെ കൊടുക്കുക. സോ അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആണല്ലേ. പിന്നെ നിങ്ങൾക്ക് റീവർബ് സംഭവങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ റീവർബ് ആഡ് ചെയ്യാം. സോ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ വരിക. റീവർബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഓഡിയോ എഫക്ട്സിലെ എല്ലാം ഇട്ട് പരീക്ഷിച്ച് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാസ് ആൻഡ് ട്രബിളും ഉണ്ട്. നമുക്ക് ബാസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രബിൾ ആഡ് ചെയ്യാം. ലൈക്ക് ബാസും ട്രബിളും ഒന്ന് സെർച്ച് ചെയ്താൽ മതി. രണ്ടും ഓഡിയോ എഫക്ട്സ് വരുന്നതാണ്. സോ അത് രണ്ടും ആഡ് ചെയ്തിട്ട് സോ ഇതും ഒരു കൈൻഡ് ഓഫ് സൗണ്ട് എഫക്ട്സ് ആണ്. ലൈക്ക് ചില സ്ഥലത്ത് ഇതിടാൻ കൊള്ളാവും. സോ അപ്പോൾ നിങ്ങളത് യുക്തിപൂർവ്വം ചെയ്യുക. ഓക്കെ. സോ ഗൈസ് അപ്പോൾ ലോ പാസ് എങ്ങനെ ഇടേണ്ടതെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ വേറൊരു ചെറിയ എഫക്ട്സ് കൂടെ കാണിച്ചു തന്നാണ്ട് ഈ ഒരു സംഭവം കണ്ടോ. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കയറ്റുന്നതാണ്. ജസ്റ്റ് ഇവിടെ വേണേൽ നമുക്ക് നോർമലായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ക്യാമറ ഫ്ലാഷ് ഇടാം, അല്ലെ വേറെ ചില സൗണ്ട് എഫക്ട്സ് ഇടാം. ചെയിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ചെയിൻ കുലുക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ വേണം ഇടാം നിങ്ങൾക്ക്. സോ അപ്പോൾ അതൊന്നും ഞാൻ ഓവറായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ. സോ ഗൈസ് അപ്പോൾ നമ്മളൊരു നോർമൽ രീതിയിൽ ബാക്കി സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഇട്ട ലോ പാസ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഭാഗത്ത് പിന്നെയും ലോ പാസ് ഇട്ടിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫെയ്ഡും ചെയ്തിട്ടുണ്ട്. സോ അപ്പം നമ്മുടെ സെറ്റപ്പ് ഏകദേശം ഇത്രയേ ഉള്ളൂ. ലൈക്ക് സിമ്പിളാണ്, ബട്ട് നമുക്ക് ഓഡിയോ കേൾക്കുമ്പോൾ നൈസായിരിക്കും. ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള സൗണ്ട് എഫക്ട്സ് തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന എല്ലാ സൗണ്ട് എഫക്ട്സും ഞാൻ താഴെ കൊടുത്താൽ നിങ്ങൾക്ക് ഇനി അതിൽ ടെൻഷൻ ആയിരിക്കണം. പക്ഷേ ഇതിനകത്തുള്ള സൗണ്ട് എഫക്ട്സ് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് സ്വിഷ് സൗണ്ട് എഫക്ട്സ്. ഇച്ചിരി ഒന്ന് തപ്പണം, നമുക്ക് എവിടുന്നേലും ഒരു നല്ല സാധനം കാണും, അതിൽ നിന്ന് എടുത്താൽ മതി. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് കുറച്ച് സാധനം ചെയ്തിട്ടുണ്ടോ ഒന്ന് കേൾപ്പിച്ചു തരാം. സോ ഗൈസ് അപ്പം ഓഡിയൻസിനെ കാണിക്കാൻ നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയൻസിൻ്റെ സൗണ്ട് എഫക്ട്സ് വിടാം. സോ ലൈക്ക് ആ സീൻ അനുസരിച്ച് നിങ്ങൾ സൗണ്ട് എഫക്ട്സ് ഇടുക. നമ്മൾ ഈ സ്വിഷും ബുഷും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇത് പ്യുവർലി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ലൈക്ക് എൻ്റെ ടൈപ്പ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതൊരു പ്യുവർ ഓഡിയോ എഡിറ്റിംഗ് സാധനമല്ല. സോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു ഭയങ്കര പ്രൊഫഷണൽ സാധനമൊന്നും അല്ലാതെ ഞാൻ ചെയ്യുന്ന രീതിയാണിത്. സോ ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാം. എന്നിട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള സംഭവം ഇപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ സൗണ്ട് എഫക്ട്സ് ഇടാം. അത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഈ പോപ്പറൊക്കെ പൊട്ടുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാം. സോ അതൊക്കെ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ കണ്ടൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ ഇതൊരു ചെറിയ ട്യൂട്ടോറിയലായിരുന്നു, ഭയങ്കര ഓവർ സംഭവങ്ങളൊന്നും അല്ല, നോർമലായിട്ടുള്ളൊരു SFX ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ സംഭവത്തിൻ്റെയും ലിങ്ക് ഡൗൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഗൈസ്. ഡിസ്കോഡ് ലിങ്ക് ആയിരിക്കും, അതിൽ കയറുക, എൻ്റെ ഏതെങ്കിലും ഒരു ഇതിൽ കാണും. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. സീ യു ഗൈസ്.